Friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പ്രിഫർ ലോൺസിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിക്കാറുള്ളതാണ് നമ്മുടെ എന്താ പറയുക RBI അപ്രൂവ് ചെയ്ത കുറേ ലോണുകളുടെ വീഡിയോസും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അടുപ്പിച്ച് നമ്മൾ ചെയ്യാറില്ല. ഇടയ്ക്ക് അത്യാവശ്യം ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ RBIയിലെ രജിസ്റ്റേർഡ് ആയിട്ടില്ലെങ്കിൽ അപ്രൂവ് ആയിട്ടുള്ള നമ്മുടെ ലോൺസുകളുടെയും അതായത് ഓൺലൈൻ ലോൺ ആപ്പുകളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാം, കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരെണ്ണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പ്രിഫർ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ ലോൺ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് കേട്ടോ. അത് ഫുള്ളി ഡിജിറ്റൽ പർപ്പസ് തന്നെയാണ്. നമുക്ക് ലോണും സംഭവങ്ങളൊക്കെ പേഴ്സണൽ ലോൺസ്, അതുപോലെ തന്നെ EMI ലോൺസ്, നമുക്ക് കൺസ്യൂമർ ലോൺസ്, അങ്ങനത്തെ കുറേ ലോൺസുകൾ, മാരേജ് ലോൺസ്, അങ്ങനത്തെ കുറേ ലോൺസുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ്. നമുക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, സെൽഫി ഇത് മാത്രം മതി, വേറെ സംഭവമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഞാൻ എന്തായാലും നമ്മുടെ സെറ്റപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത്യാവശ്യം ഒരു 100 അബോ സിബിൽ സ്കോർ ഒക്കെ വേണം. ഏജ് ലിമിറ്റ് 21 അബോ ആണ്. പിന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് പർപ്പസ് കൊടുക്കാം. വെഡിങ് പർപ്പസ് ആയാലും, ഇവന്റ് പർപ്പസ് ആയാലും, ഹോം റിനോവേഷൻ ആയാലും, ബിസിനസ് റിക്വയർമെന്റ്സ് ആയാലും, പേഴ്സണൽ യൂസ് ആയാലും, എഡ്യൂക്കേഷൻ പർപ്പസിനായാലും, മെഡിക്കൽ എമർജൻസിയിലായാലും, റീപേയ്മെന്റ് ഓഫ് അനദർ ലോൺ, അതിനൊക്കെ നമുക്ക് ആക്ച്വലി അവർക്ക് പ്ലാനുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് കൊടുക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കും, അതിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ഫീ വരുന്നത് 3 to 5% മിനിമം ഫീ വരുന്നത് 1500 രൂപ പ്ലസ് GST ആണ് കേട്ടോ. അതായത് എത്ര ലോൺ ആയിക്കോട്ടെ. ബൗൺസ് ചാർജ് ഉണ്ട്. ബൗൺസ് ആയി കഴിഞ്ഞാൽ 350 രൂപ ചാർജ് വരുന്നുണ്ട്. ഫോർക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. 5% ഓഫ് പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു 3 മാസം അടച്ചു, 12 മാസത്തെ ലോണാണ്, അത് നിങ്ങൾക്ക് അപ്പം തന്നെ അടച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 5% അടയ്ക്കണം വരും. അത് ഫോർക്ലോസ് ചാർജ് മിക്കല്ല അതിനുണ്ട് കേട്ടോ, വേറെ കാര്യം. പിന്നെ അഡീഷണൽ ചാർജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3% പെർ മന്ത് ആണ് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ EMI. അതായത് 36% പെർ ആണ്. അത് ഭയങ്കര. അപ്പോൾ ഓവർ ഡ്യൂ ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കണ്ട. പിന്നെ ഇവരുടെ പാർട്ട്നേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ തരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോ ഫിൻകോർപ്പാണ് പറയണം. പിന്നെ വരുന്നത് ലിക്യൂ ലോൺസ് ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം അത്യാവശ്യം RBI അപ്രൂവ് ചെയ്ത 2 NBFCകൾ തന്നെയാണ്. അപ്പോൾ വലിയ വൃത്തി പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം സെൽഫി എടുക്കാൻ പറയും. നമുക്ക് ഈ പാൻ കാർഡ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്യും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ കാണിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇ-മാൻഡേറ്റും ചെയ്യണം. അതായത് ഇ-മാൻഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ EMI ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവാനുള്ള ഒരു പരിപാടിയാണ്. അത് നിങ്ങൾ എന്ത് ലോൺ എടുക്കുമ്പോൾ അത് ചെയ്യേണ്ടി വരും. അതിൽ ബാങ്കിൽ നിന്ന് ആയിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, എന്തായാലും. അപ്പോൾ ആ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ EMI ഡെബിറ്റ് ആവുന്ന ഒരു സംഭവമാണ്. അത് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവുന്ന സംഭവമാണ് ഇ-മാൻഡേറ്റ് എന്ന് പറയുന്നത്. അതൊരു ബാങ്കിങ് ടേംസ് ആണ്. നാഷ് എന്നൊക്കെ പറയും. നാഷ് ഫോം ഒക്കെ പണ്ടൊക്കെ നാഷ് ഫോം ആയിരുന്നു. ഇപ്പം എല്ലാം ഇലക്ട്രോണിക് ആണല്ലോ, നാഷ് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാം, ഇ-മാൻഡേറ്റ്. അപ്പോൾ അതാണ് സംഭവം. അതിൽ ചിലപ്പോൾ ഒരു ഡേറ്റ് എക്സ്ട്രാ കൂടുതലൊക്കെ ആയിട്ട് കാണിക്കട്ടെ. നമ്മൾ ഒരു കൊല്ലത്തേക്കാണ് ലോൺ എടുത്തിങ്ങനെ. ചിലപ്പോൾ ഇ-മാൻഡേറ്റ് നോക്കുമ്പോൾ അതിൽ ഭയങ്കര കുറെ കൂടുതലായിട്ട് എമൗണ്ട് കാണിക്കുക. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഇ-മാൻഡേറ്റിന്റെ ഡേറ്റ് ആണ്, അല്ലാണ്ട് ലോൺ ആൻഡ് ഡേറ്റ് അല്ല കേട്ടോ. അത് വെച്ച് പേടിക്കേണ്ട വരും. അതല്ലാതെ നോർമലി കൂടുതലായിട്ട് കൊടുക്കുക വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. പ്രിഫർ വലിയ കുഴപ്പമില്ലാത്ത ഒരു ലോൺ ആപ്പ് തന്നെയാണ്. നമ്മുടെ ടോപ്പ്, നമ്മുടെ എന്താ പറയുക, ഓൺലൈൻ ലോൺ ആപ്പുകളിൽ ടോപ്പിൽ നിൽക്കുന്നില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോൺ ആപ്പ് തന്നെ വേണമെങ്കിൽ പറയാം. റെക്കമെൻഡേഷൻ സംഭവങ്ങളോ പ്രൊമോഷനോ സംഭവമൊന്നും അല്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യണം, അത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ ആണ്. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.